നമസ്കാരം. നമസ്കാരം. മുനമ്പത്ത് വിദ്യ എഴുതിയിരിക്കുകയാണ്. എങ്ങനെയാണ് പ്രതീക്ഷകൾ? ഞങ്ങളുടെ പ്രതീക്ഷ ഇവിടെ BJP ജയിക്കുമെന്നാണ്. കാരണം എന്താണ് അങ്ങനെ പ്രതീക്ഷ? കാരണം പ്രതീക്ഷ എന്ന് പറയുന്നത് ഞങ്ങളെ ചതിച്ചു പോയ ആൾക്കാരല്ലേ കോൺഗ്രസും LDF-ഉം UDF-ഉം. അതായത് LDF ഭരിക്കുന്ന കാലത്തല്ലേ ഞങ്ങളുടെ ഈ ഭൂമി എഴുതിയെടുത്തത്. 2016 മെയ് 25 പിണറായി സർക്കാർ അധികാരത്തിലേറുന്നത്. 2019 ഞങ്ങളെയൊക്കെ ചതിച്ചുകൊണ്ട് ഈ ഭൂമി എഴുതിയെടുത്തില്ല അവര്. ഇത് എഴുതിയെടുക്കാൻ കാരണം എന്താണ്? അതായത് കേന്ദ്രം ഭരിച്ചെന്ന് വെച്ചാൽ കോൺഗ്രസ് അല്ലേ. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഭരിച്ചേക്കുന്നത് കോൺഗ്രസ് അല്ലേ. കോൺഗ്രസ് കൊണ്ടുവന്ന ബാക്കപ്പ് ആക്ടുകളുടെ പേരിലല്ലേ ഞങ്ങളുടെ ഭൂമി ഇപ്പൊ ഭരിക്കുന്ന ആൾക്കാർ എഴുതിയെടുത്തത്. ഇത്രയും മാറി ഇത്രയും സർക്കാരുകൾ മാറി വന്നിട്ടും 33 കൊല്ലം ഞങ്ങൾക്ക് അടച്ചപ്പോഴല്ലേ ഇവർ എഴുതിയെടുത്തത്. ശരിയല്ലേ ഞാൻ പറയണത്? അപ്പൊ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് ആരാണ്? വിശ്വസിക്കേണ്ടത് ഈ BJP-നല്ലേ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്. അല്ല, ഞങ്ങൾ ഇവരുടെ പുറകെ ഇത്രയും നാളും എൻ്റെ അപ്പച്ചനൊക്കെ കോൺഗ്രസിന്റെ മെയിൻ ആളായിരുന്നു. വീട്ടിൽ ഈ പുള്ളിക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവിനുള്ള മെഡൽ വരെ കിട്ടിയാണ്. അത് ഇപ്പോഴും വീട്ടിലിരിപ്പുണ്ട്. ഞാൻ നയനാർ ഭരിച്ചിരുന്ന വെച്ച കാലത്ത് ഞാൻ പ്രവർത്തിക്കാന്ന് പറഞ്ഞ ആളാണ് LDF-ന്. പക്ഷെ ഞങ്ങളുടെ തന്നെ ഭൂമി ഇവരെഴുതിയെടുത്തില്ലേ. ഞങ്ങൾക്ക് ഇന്നലെ ഇലക്ഷൻ ആയിരുന്നു 9-ാം തീയതി. 9-ാം തീയതി ഒരു ദിവസമല്ലേ ഈ നമ്മളുടെ ഈ എല്ലാവർക്കും ഒരു ദിവസവും നമുക്കൊരു അധികാരമുള്ളൂ. അപ്പൊ നമ്മളുടെ വീട്ടിലേക്ക് എല്ലാവരും വരും. നമ്മൾക്ക് അവരൊന്നും പറയാനും പറ്റൂല. നമ്മളിങ്ങനെ ആക്കിയിട്ടും അവര് നമ്മളെ വീട്ടിൽ വന്ന് പിന്നെയും അധികാരം ചോദിക്കാണ്. ഇനി ആരെ ദ്രോഹിക്കാനാണ് ഇവര് അധികാരത്തിൽ ഏറാൻ പോണേന്ന് അറിയാൻ പാടില്ല. 33,000 ഏക്കറല്ലേ ഈ കേരളത്തിൽ തന്നെ കണ്ടുവച്ചത്. ഈ 33,000 ഏക്കർ എന്ന് വെച്ചാൽ മുനമ്പ സമരം നടന്നില്ലെങ്കിൽ അവരവിടെ തന്നെ എഴുതിയെടുത്തേനെ. അതായത് ബാക്ക് ഭേദഗതി പോലായിരുന്നു മുനമ്പെന്ന്. ഇപ്പൊ കേന്ദ്രത്തിൽ സുരേഷ് ഗോപി മാത്രമുണ്ട്. സുരേഷ് ഗോപിയും ജോർജ് കുര്യൻ അവരാണ് ഞങ്ങൾക്ക് ഇതായിട്ട് സംസാരിച്ചത്. ഞങ്ങളുടെ MP. അതിനിപ്പോ ഞാൻ വേറൊരു കാര്യം കൊണ്ട് പറയാം. ഞങ്ങളുടെ ഭൂസംരക്ഷണ സമിതിയിൽ നിന്ന് സുരേഷ് ഗോപിനെ കാണാൻ ചെന്ന ആദ്യം. സുരേഷ് ഗോപിനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോ സുരേഷ് ഗോപിനെ ഇവിടുത്തെ വികാരി അച്ഛനും ഭൂസംരക്ഷയുടെ ചെയർമാനും എല്ലാവരും പോയി കണ്ടു കഴിഞ്ഞപ്പോ സുരേഷ് ഗോപി പറഞ്ഞ്, നിങ്ങ എൻ്റെ വന്നേക്കണ എന്തിനാണ്? നിങ്ങളുടെ MP ഹൈബീഡിനല്ലേ എന്ന് ചോദിച്ചു. ഹൈബീഡിനല്ലേ? തൃശ്ശൂര് MP ഹൈബീഡിനാണ്. തൃശ്ശൂരല്ലേ ഈ ഇത് നടക്കണത്. എറണാകുളം ജില്ലയിൽ നടക്കണത്. തൃശ്ശൂർ MP ആയ സുരേഷ് ഗോപിയുടെയാണ് ഞങ്ങളുടെ അച്ഛനൊക്കെ ചെന്നത്. അപ്പൊ അച്ഛൻ ചെന്ന് കഴിഞ്ഞപ്പോ സുരേഷ് ഗോപി പറഞ്ഞ്, നിങ്ങളുടെ MP-നോട് എന്ന് പറയാൻ പറയാണ്. പക്ഷേ ഇവിടെ ഈ സമരം തുടങ്ങിയിട്ട് ഫസ്റ്റിലെ വന്നത് സുരേഷ് ഗോപിയാണ്. ഒരു മാതാവിന്റെ ഒരു ഇതായിട്ട് വന്നിട്ടും ഞങ്ങളിവിടെ ഏൽപ്പിച്ചിട്ടും പോയതാണ് പുള്ളി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് പാർലമെന്റിൽ സംസാരിക്കാനായിട്ട് സുരേഷ് ഗോപി ഉണ്ടായാലുള്ളൂ. ശരിയല്ലേ? ഞങ്ങൾ ഹൃദയത്തിലേക്കണ്ടേ. ഇപ്പൊ ഞാൻ യൂട്യൂബ് കണ്ടു കഴിഞ്ഞപ്പോ ഒരു മന്ത്രി പറയണ്ടായിരുന്നു. അതായത് നമ്മുടെ ഗണേഷ് കുമാർ തൃശ്ശൂരിന് പറ്റിയ ഒരബദ്ധം എന്ന് പറയണ്ടായിരുന്നു കേട്ടാ. തൃശ്ശൂരിന് പറ്റിയ ഒരബദ്ധം നിങ്ങൾക്ക് ആർക്കും പറ്റില്ലെന്ന് പറഞ്ഞ്. തൃശ്ശൂരിന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതിന്റെ പേരിലാണ് ഞങ്ങളുടെ ഈ ഭൂമിയൊക്കെ ഞങ്ങൾക്ക് ഇപ്പൊ തിരിച്ചുവിട്ടാൻ പോണത്. തൃശ്ശൂരിന് അങ്ങനെ ഒരു അബദ്ധം പറ്റി കാരണം ഞങ്ങളുടെ MP ഞങ്ങൾക്ക് എതിരാണെന്നത്. തൃശ്ശൂരിന്റെ MP ഞങ്ങൾക്ക് സപ്പോർട്ടാണ് ചെയ്തത്. അതായത് ഇന്ത്യ തന്നെ രക്ഷപ്പെട്ടെന്ന് പറയാം. ബക്കപ്പ് അങ്ങനത്തെ ആയിരുന്നു. സെക്ഷൻ 40, സെക്ഷൻ 80, 81, 107, ഇതൊക്കെ പഠിക്കണത് ഞങ്ങൾ ഈ സമരം തുടങ്ങിയ പിന്നെയാണ്. ഞാൻ കടലിൽ പോണ ഒരു വ്യക്തിയാണ്. ഇപ്പോഴും കടലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതൊക്കെ എന്താണെന്ന് അറിയാൻ പാടില്ല. 2022 കഴിഞ്ഞപ്പോഴാണ് ഇത് ബക്കപ്പിന്റെയാണെന്ന് പറഞ്ഞത്. ബക്കപ്പ് എന്താണെന്ന് തന്നെ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അപ്പൊ പിന്നെ നമ്മുടെ ഇവിടെയുള്ള ആർക്കും അറിയാൻ പാടില്ല ബക്കപ്പ് എന്താണെന്ന്. ഈ കേരളത്തിന്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെയുള്ള ആൾക്കാർ ഇവിടെ വന്നതിന്റെ പേരിലാണ് ബക്കപ്പ് എന്താണെന്ന് അറിഞ്ഞത്. 33,000 ഏക്കറാണ് കേരളത്തിൽ മാത്രം അവർ കണ്ടുവച്ചത്, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വേറെ. അപ്പൊ ഇത് മുനമ്പം എന്ന് പറയണത് ലോകമൊട്ടാകെ എറിഞ്ഞ് ഇന്ത്യ രക്ഷപ്പെട്ടത് തന്നെ ഞങ്ങളുടെ ഈ സമരം കൊണ്ടാണ്. അപ്പൊ ആൾക്കാര് ഞങ്ങൾ നന്ദികേട് കാണിക്കാൻ പാടണ്ട. ഞാൻ BJP-ക്കൊക്കെ ഇന്നുവരെ വോട്ട് ചെയ്തിട്ടില്ല. ഇത്തവണ ഞാൻ വോട്ട് ചെയ്ത് പ്രവർത്തിക്കാൻ നടന്ന് ഉള്ള കാര്യം പറയാല്ല. ഞാൻ വോട്ട് ചെയ്തിട്ട് തന്നെ 10 കൊല്ലമായി. ഇപ്പൊ ശരിക്കും പറയണെങ്കിൽ ഇപ്പൊ ഞാൻ വോട്ട് ചെയ്ത്. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇത്രയും കഴുത്തറ്റം വെള്ളത്തിൽ ഞങ്ങൾ കിടക്കുമ്പോ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്താനായിട്ട് ഒരാൾ വരുമ്പോ അവർക്കല്ലേ കൂടുതൽ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നന്ദികേടല്ലേ കാണിക്കണത്. ഇപ്പോഴും ഇതിനകത്ത് കടിച്ചു തൂങ്ങി കിടക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. കോൺഗ്രസിലായാലും LDF-ലായാലും UDF-ലായാലും കടിച്ചു തൂങ്ങി കിടക്കണ കുറെ ആൾക്കാരുണ്ട്. അവർക്ക് ഇനി പഠിക്കൂല. അവര് രാഷ്ട്രീയം അവരുടെ ഇതിൽ കയറിപ്പോയി. പക്ഷെ അവരുടെ ഈ സ്ഥലങ്ങൾ പോയി ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പെട്ടിടക്കണ ആൾക്കാരുടെ ഈ സ്ഥലങ്ങൾ പോയിട്ട്
4 വർഷമായി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഞങ്ങളുടെ പട്ടയൊക്കെ വെറുതെ കടലാസിന്റെ രൂപത്തിലായി പോയില്ലേ. 33 വർഷം ഞങ്ങൾക്ക് കരമടച്ച ഈ റവന്യൂ അധികാരികളൊക്കെ അവിടെ പോയി. അപ്പോ ചേട്ടാ, ഇപ്പോ ഈ മുനമ്പത്തെ ജനങ്ങൾ BJP-യെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ BJP-ക്ക് തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പൂർണ്ണമായിട്ടും അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? പൂർണ്ണം എന്ന് പറഞ്ഞാൽ 180% ആൾക്കാർ 1-ാം വാർഡിലെ കാര്യം നോക്കിയാൽ മതി. അതായത് കുഞ്ഞുമോനാണ് ഞങ്ങളുടെ 1-ാം വാർഡിൽ മെമ്പറായിട്ട് നിൽക്കുന്നത്. മറ്റുള്ള ആൾക്കാരുടെ കാര്യം എനിക്ക് പറയാൻ പറ്റൂല. കുഞ്ഞുമോൻ 190% ജയിക്കുമെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ കുഞ്ഞുമോൻ തോറ്റാല് ഞങ്ങളുടെ ഈ സമരം തോറ്റെന്ന് തന്നെയാണ് അർത്ഥം. സമരം അതായത് ഞങ്ങളെ സഹായിക്കാൻ വന്ന ആൾക്കാരെ തോൽപ്പിക്കുകയല്ലേ ചെയ്യണത്. ശരിക്കും പറയണമെങ്കിൽ ഞങ്ങളെ സഹായിക്കാൻ വന്നത് BJP അല്ലേ. ഫസ്റ്റില് വന്നത് BJP അല്ലേ. ഇവിടെ അവർ രാജസാരംഗിയാണ് ആദ്യം ഇവിടെ വന്നത്, മനസ്സിലായ. പിന്നെ ശോഭ കലഞ്ചരത്, പിന്നെ ഷോൺ ജോർജ്, അനിൽ ആന്റണി, സുരേഷ് ഗോപി, ഇവരൊക്കെ വന്നിട്ടും ഞങ്ങളെ MP ഒരു പ്രാവശ്യം വന്ന് 51-ന്റെ അന്ന് വന്ന് ഇപ്പൊ തന്നെ ശരിയാക്കി തരാന്ന് പറഞ്ഞു പോയതാണ്. ഇതുവരെ പിന്നെ ഇങ്ങോട്ട് വന്നില്ല. എന്നിട്ട് അയാൾ അവിടെ പാർലമെന്റിൽ ഇപ്പൊ തന്നെ ശരിയാക്കി തരാന്ന് പറഞ്ഞ ആൾക്കാര് പാർലമെന്റിൽ ഈ ബക്കപ്പ് ഭേദഗതി വരാൻ പോയപ്പോ ആദ്യം എതിരെ നിന്നത് ഞങ്ങളുടെ MP ആണ്. ഇതിപ്പോ ഈ LDF UDF ഒറ്റക്കെട്ടായിട്ട് BJP-യെ നേരിടേണ്ട വരുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ ചോദ്യം? മനസ്സിലായി. LDF UDF ഒറ്റക്കെട്ടായിട്ട് BJP-യെ നേരിടുന്ന ഒരു സാഹചര്യം ഈ വാർഡിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഒറ്റക്കെട്ടായിട്ട് നടന്നെന്നാണ് എനിക്ക് തോന്നണത്. അവര് പെലാജിക്ക് വലിക്കണം എന്ന് പറയും. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് കൂടിയെന്നാണ് എനിക്ക് തോന്നണത്. ഒരു വല രണ്ട് വോട്ടും കൂടെ വലിക്കൂലേ. അപ്പൊ LDF-ഉം UDF-ഉം കൂടെ LDF അവർക്ക് കുത്തിക്കോളം പറയും, അല്ലെങ്കിൽ UDF ഇങ്ങോട്ട് കുത്തിക്കോളം പറയും. അങ്ങനെ എന്തോ ഇവിടെ സംഭവം നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. അത് ശരിക്കും എനിക്ക് അറിയാൻ പാടില്ല, അത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല എനിക്ക്. എന്നാലും വിജയപ്രതീക്ഷയാണല്ലേ? ഞങ്ങൾക്ക് വിജയപ്രതീക്ഷ ഉണ്ട്, ഒരു സംശയമില്ല. അതായത് ഇതില് കുഞ്ഞുമോൻ തോറ്റാല് മറ്റുള്ള ആൾക്കാരുടെ കാര്യം എനിക്ക് പറയാം. സിനോജൊക്കെ നിൽപ്പുണ്ട്, വേറെ ഇതുണ്ട്. അപ്പൊ കുഞ്ഞോൻ തോറ്റാല് നമ്മുടെ ഈ സമരം നടത്തിയതിൽ ഒരു പ്രയോജനം ഇല്ല എന്നാണ് എന്റെ നിഗമനം. ഭൂരിപക്ഷം ക്രൈസ്തവ വിശ്വാസികളാണല്ലോ. അപ്പൊ അവരെ സംബന്ധിച്ച് ആദ്യമായിട്ട് ഇവിടെ താമരചിഹ്നത്തിന് വോട്ട് ചെയ്യുന്നവരായിരിക്കില്ല ഭൂരിഭാഗം ആൾക്കാരും. ഞങ്ങളെ പോലുള്ള ആൾക്കാർ കുറെ ആൾക്കാർ അതിനകത്ത് തന്നെ നിൽപ്പുണ്ട്. ഇപ്പോഴും സമരം നിർത്തേണ്ട ഒരു കാര്യമില്ലൂടെ. ഞാൻ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുണ്ട്, യൂണിറ്റ് പ്രസിഡന്റാണ്. നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റാണ്. ഞങ്ങളോടൊക്കെ ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല ഈ സമരം നിർത്തുന്ന കാര്യത്തിൽ. അതേപോലെ തന്നെ SNDP സമുദായമുണ്ട്, ധീവര സമുദായമുണ്ട്. അവരോടൊക്കെ ഒന്നും ചോദിച്ചിട്ടില്ല ഈ സമരം നിർത്താനായിട്ട്. ഇവിടെ സമരം തുടങ്ങിയത് വർഗീയത ഇല്ലാതെയാണ്. വർഗീയത എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഇതിനകത്ത് സമരം നടത്തണല്ലേ. അപ്പൊ ഇവിടെ സമരം നിർത്തിയപ്പോ വർഗീയതയല്ലേ. രൂപത തന്നെ തീരുമാനിച്ച് സമരം നിർത്തി കഴിഞ്ഞാല് എന്താവും? അത് ഇതാവും, വർഗീയതാവും. ശരിക്കും പറയണെങ്കിൽ രൂപതയാണ് തീരുമാനിക്കണത്. എല്ലാവരും ഇപ്പൊ SNDP സമുദായത്തിൽപ്പെട്ട മറ്റേ മുരുക സാറൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കാതെ ഈ സമരം നിർത്തിയേക്കണത്. ഞാൻ അവരുടെ കൂടെ ഇരുന്ന് രാഷ്ട്രീയം പറഞ്ഞപ്പോ എനിക്കൊരു രാഷ്ട്രീയമുണ്ട്. അപ്പൊ അവിടെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അവരുടെ കൂടെയാണ് ഞാൻ നിന്നിട്ട്. സമരം നിർത്തുന്ന കാര്യം ഇത് തുടങ്ങിയത് റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായിട്ട് കിട്ടാതെ സമരം നിർത്തൂല എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷെ റവന്യൂ അവകാശങ്ങൾ നമുക്ക് കിട്ടിയല്ല, കാരടച്ചുകൊണ്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോ ഇത്തവണ വിജയപ്രതീക്ഷയാണ് വലിയ രീതിയിൽ. 180-90% വിജയപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഇവിടെ മറ്റുള്ളവരുടെ കാര്യം എനിക്ക് പറയാൻ പറ്റൂല. ഞങ്ങളുടെ ഇവിടെ മുനമ്പത്ത് ജയിക്കുമെന്നാണ്